നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറബിക്കിന്റെ കോംപ്രൻഷന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ കോംപ്രൻഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റിനെ നമ്മൾ ഒന്നിച്ചാണ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, അറബിക്കിന്റെ പേപ്പർ വണ്ണിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാൻ പോണത്, നമ്മളിന്ന് നോക്കാൻ പോണേ. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതായത് ഓൾറെഡി 1-2 വട്ടം ഒക്കെ നെറ്റ് എഴുതി അതിന്റെ സിലബസ് ഒക്കെ അറിയുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതിന്റെ ഓരോ എക്സ്പ്ലനേഷനും പുതിയതായിരിക്കില്ല, അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇനി പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഫസ്റ്റ് ടൈം ആസ് എ നെറ്റ് കാൻഡിഡേറ്റ് എന്നുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, ഭയങ്കര പുതിയ കാര്യങ്ങളായിരിക്കും, ഇതുവരെ കേൾക്കാത്ത സംഭവങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നോട്ടുകൾ എഴുതാന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എ ഉത്തരം എന്തുകൊണ്ട് ഉത്തരമായി, ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് ഉത്തരമായില്ല എന്നുള്ളത് അതിന്റെ തിയറി പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യും. ദെൻ ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് വരുന്ന സമയത്ത് നിങ്ങൾ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ, അത് ഈവൻ നിങ്ങൾ ആദ്യമായി എഴുതാൻ പോകുന്ന ഒരാൾ ആദ്യമായിട്ട് ഈ ടോപ്പിക് കേൾക്കുമ്പോഴുള്ള സംശയമാണെങ്കിൽ പോലും യു ക്യാൻ ആസ്ക്, ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു മോഡ് എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ, ഞാൻ ചോദ്യം കാണിക്കും. ചോദ്യം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. അറിയാത്ത കാര്യമായിരിക്കും, പക്ഷെ എന്നാലും എന്ത് ചെയ്യുക, കാരണം നമ്മളെ സംബന്ധിച്ച് നെറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. വി ഹാവ് ദ ചോയ്സ് ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ, വെദർ ഇറ്റ്സ് റോങ് ഓർ റൈറ്റ്, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ചോയ്സ് ഉണ്ട്, ബിക്കോസ് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം. ഓക്കെ, എന്നിട്ട് ചാറ്റ് ബോക്സിൽ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. തെറ്റായത് കൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തെറ്റി പഠിച്ച സാധനങ്ങളാണ് മൈൻഡിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ക്യാൻ വി ബിഗിൻ? ആർ യു ഓക്കെ? ഓക്കെ, വെറുതെ എങ്ങനെ ഇരിക്കുന്നതിന് പകരം ഒരു ബുക്കും അതിലെഴുതാനുള്ള പേനയൊക്കെ ആയിട്ട് ഇരിക്കുക, എന്നിട്ട് എഴുതി വെക്കാട്ടോ പോയിന്റുകളൊക്കെ. വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ലോജിക്കൽ റീസണിങ് ഫ്രം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് അറബിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Some sound is eternal because it is caused. Commit the fallacy of dash. ജസ്റ്റ് ഒരു കറക്കി കുത്തലിനുള്ള ശ്രമങ്ങൾ നടത്തുക. ലക്കുണ്ടോ നോക്കാം, കറക്കി കുത്തൽ കറക്റ്റ് ഉത്തരം വരുമെന്ന്. ഓപ്ഷൻ എ അസിദ്ധ, ഓപ്ഷൻ 4 വിരുദ്ധ, ഓപ്ഷൻ ഡി ഹിന്ദി, ഓപ്ഷൻ ഡി. ഓക്കെ, ഡിക്ക് ആരാധകർ കൂടുതലാണ്. ഡിക്ക് ആരാധകർ മെജോറിറ്റിയുടെ ഓപ്ഷൻ ഡി ആവുന്ന സമയത്ത് ഡി ഉത്തരമാവാനാണല്ലോ സാധ്യത, അല്ലെ? എനിവേ നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓപ്ഷൻ 4 വിരുദ്ധയാണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്തുകൊണ്ട് വിരുദ്ധ ആൻസർ ആയി, അല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞ ഫാലസി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തന്ന സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ബാക്കി ഓപ്ഷനുകളൊക്കെ എന്താണ് എന്നുള്ള സാധനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. എനിവേ നോക്കാം, ഞാൻ വേറൊരു PPT ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് പറയാം. ഐ ഹോപ്പ് ദ സ്ക്രീൻ ഇസ് വിസിബിൾ ഫോർ യു. നമ്മൾ ഫാലസി, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ഫാലസി ആണെന്നാ ചോദിച്ചത്. അപ്പൊ ഈ ഫാലസി എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫാലസി എന്ന് പറഞ്ഞാൽ ഫെലേഷ്യസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടേമിന്റെ ഒരു നൗൺ ആണ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണ് എന്ന് പറയാം. ആക്ച്വലി തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളെയാണ് ഫാലസി എന്ന് പറയാം. തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഓൾ ദ മിസ്റ്റേക്സ്, ഓൾ ദ എറേഴ്സ് വിൽ ബി നോൺ ആസ് ഫാലസി. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന ഫാലസികൾ അല്ലെങ്കിൽ തെറ്റുകളുണ്ട്, അറിയാതെ പറ്റിപ്പോകുന്ന, കമ്മിറ്റ് ചെയ്തു പോകുന്ന മിസ്റ്റേക്കുകളുണ്ട്. വെൻ വി സ്റ്റേറ്റിംഗ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രസ്താവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മൾ അനുമാനിക്കുന്ന കാര്യങ്ങൾ തെറ്റാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ ഫാലസി സംഭവിക്കുമെന്നാണ് പറയാം. ഇതാണ് ലോജിക്കൽ റീസണിങ്ങിലെ ഫാലസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ വരുമ്പോ അപ്പൊ സ്വാഭാവികമായും അതിൽ ഈ പറഞ്ഞ പോലെ സംസ്കൃതത്തിന്റെയും ഇന്ത്യൻ ഫിലോസഫിയുടെയും ആ സമയത്ത് ഉണ്ടായിരുന്ന മുനിമാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെയും ഒക്കെ എന്ത് വരും, ഇൻഫ്ലുവൻസ് അതിലേക്ക് വരും. അപ്പൊ ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുമ്പം ഈ ഫാലസിക്ക് ഒരു പേര് പറയും. ഫാലസിയുടെ പേരാണ് ഹെത്വഭാസ എന്ന് പറയും. ഓക്കെ, ഹെത്വഭാസ, HETVABHAS എന്ന് പറയും. ഹെത്വഭാസ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ഈ ഹെത്വഭാസാസ് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഫാലസികൾ, ഹെത്വഭാസ HETVA
BHASA, ഹെത്വഭാഷ. ഹെത്വഭാഷ എന്ന് പറഞ്ഞാൽ ഫാലസിയാണ്. ആരെ സംബന്ധിച്ച്? ഇന്ത്യൻ ലോജിക്കിനെ സംബന്ധിച്ച് അവിടുത്തെ ഫാലസികളാണ് ഹെത്വഭാഷ എന്ന് പറയാം. ഈ ഹെത്വഭാഷ നമ്മളെ സംബന്ധിച്ച് പഠിക്കാൻ 5 ഹെത്വഭാഷകളേ ഉള്ളൂ. ഓക്കെ, വെസ്റ്റേൺ ലോജിക്കൽ റീസണിംഗ് ഏകദേശം 400-ലധികം ഫാലസികൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ ലോജിക്കൽ റീസണിംഗിലേക്ക് വരുന്ന സമയത്ത് 5 ഫാലസികൾ, 5 ഹെത്വഭാഷകളെ പഠിക്കാനുള്ളൂ. പഠിക്കുന്ന സമയത്ത് അതിന്റെ സംസ്കൃതം ടേം, അതിന്റെ ഇംഗ്ലീഷ് ടേം, അതിന്റെ ഒരു 1 ലൈൻ ഡെഫിനിഷൻ, പിന്നെ അതിന്റെ സോക്കോൾഡ് ഒരു എക്സാമ്പിൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഓൾറെഡി എഴുതി വെക്കപ്പെട്ടൊരു സാധനം ആയതുകൊണ്ടും അതിലേക്ക് ഇനി ഒന്നും ആഡ് ചെയ്യാൻ പുതിയ കാലത്തുള്ള ആളുകൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പ് അതിനില്ല എന്നുള്ളത് കൊണ്ടും ആ പഴയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതേ സാധനം അങ്ങനെ തന്നെ ഈച്ചക്കോപ്പി അടിച്ചിട്ടാണ് നെറ്റിന് ചോദ്യം ചോദിക്കാറില്ല. കാരണം അതിലിനി വേറൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നുമില്ല, അത്രയും പഴക്കം ചെന്ന സാധനങ്ങളാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കുറെ, അതായത് ഈ ലോജിക്കൽ റീസണിംഗിലെ ഇന്ത്യൻ പ്രമാണിയെ സിലബസിലേക്ക് എടുത്ത കാലം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്. ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിരുദ്ധയുടെ എക്സാമ്പിൾ ആണത്. അതിനൊരു മാറ്റം ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല, ഇനി മാറാനും പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഞാൻ 5 ഫാലസികൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിന്റെ ഇംഗ്ലീഷ് ടേമുകളും അതിന്റെ ഒരു 1 ലൈൻ സെന്റൻസ് ഡെഫിനേഷനും ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ഇൻ ഡീറ്റെയിൽ ഡെപ്തിലുള്ള സാധനങ്ങൾ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കും. എനിവേ, ഈ ഹെത്വഭാഷകളെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോഴാണ് ഈ ഹെത്വഭാഷ സംഭവിക്കുന്നത്. അതിൽ ഒരാളാണ് സവ്യാഭിചാര എന്ന് പറയും. ഇതിന്റെ ഇംഗ്ലീഷ് ടേം പഠിക്കൽ മസ്റ്റ് ആണ്, കാരണം ചില സമയത്ത് ഇംഗ്ലീഷ് ടേം ആണ് ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളത്. സവ്യാഭിചാരയ്ക്ക് പറയുന്ന പേരാണ്, ഇംഗ്ലീഷ് ടേമാണ് ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ എന്ന് പറയും. മിഡിൽ ടേം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം. നമ്മൾ ലോജിക്കൽ റീസണിങ്ങിന്റെ ബേസിക്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മൈനർ എന്താ, മിഡിൽ എന്താ, മേജർ എന്താന്ന് പഠിച്ചിട്ടാണ് തുടങ്ങുക. ഓക്കെ, അത് ആ സമയത്ത് അവിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. മിഡിൽ ടേം ഇറഗുലർ ആയി വരുന്ന സമയത്ത്, മിഡിൽ ടേം റെഗുലാരിറ്റി ഇല്ലാതെ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഫാലസിക്ക് പറയുന്ന പേരാണ് സവ്യാഭിചാര എന്ന് പഠിക്കുക. ഇപ്പൊ അതേ പഠിക്കേണ്ടതുള്ളൂ. സിലബസ് പറയുന്ന സമയത്ത് നമ്മൾ തുടങ്ങി വരുന്ന സമയത്ത് മൈനറും മേജറും മിഡിലും ഒക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. അതിൽ ബിൽഡപ്പ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് പഠിക്കും. ഇപ്പൊ ഇത്രമാത്രം പഠിക്കുക. ഫാലസികളിൽ ഇന്ത്യൻ ഹെത്വഭാഷയിൽ ആദ്യത്തെ ആൾ സവ്യാഭിചാര, അതിന്റെ ഇംഗ്ലീഷ് ടേം ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ, മിഡിൽ ടേം ഇറഗുലർ ആവുന്ന സമയത്ത് സംഭവിക്കുന്ന എല്ലാ മിസ്റ്റേക്കുകളെയും വി ക്യാൻ കോൾ സവ്യാഭിചാര. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. ഇനി നമ്മള് അടുത്ത ഫാലസിയിലേക്ക് പോവാണ്. അടുത്ത ജസ്റ്റ് ഫാലസി മനസ്സിലാക്കൽ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്യുന്നത്. ഇനി അടുത്താണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വിരുദ്ധയുടെ പേരാണ് കോൺട്രഡിക്ടറി, വിരോധാഭാസം എന്നുള്ള മലയാളം ടേം തന്നെ ഓർത്താൽ മതി. വിരുദ്ധമായിട്ടുള്ള, വിരുദ്ധ ധ്രുവങ്ങളെ കുറിച്ച് പറയുക, 2 ഒപ്പോസിഷനുകളെ കുറിച്ച് പറയുക, തമ്മിൽ ചേരാത്ത 2 കുറിച്ച് പറയുക. കോൺട്രഡിക്ടറി മിഡിൽ, മിഡിൽ ടേം കോൺട്രഡിക്ടറി ആവുക, വിരോധാഭാസം പോലെ അല്ലെങ്കിൽ 2 ബൈനറികൾ പോലെ വരിക എന്നുള്ളതിനെയാണ് നമ്മൾ വിരുദ്ധ എന്ന് പറയാം. ഓക്കെ, അതിലെ മിഡിൽ ടേം എന്താന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിലബസ് പഠിക്കുന്ന സമയത്ത് ബിൽഡപ്പ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെച്ചാൽ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ മതിയാവും, പക്ഷെ പുതുതായിട്ട് നെറ്റ് എഴുതുന്നവർക്ക് ചിലപ്പം അതിപ്പോ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ സിലബസിന്റെ കൂടെ അത് പറയും. ഇപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കുക. മിഡിൽ ടേം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ സംഭവിക്കുമ്പോൾ, സ്റ്റേറ്റ്മെന്റിൽ ഒരു കോൺട്രഡിക്ഷൻ സംഭവിച്ചാൽ ദാറ്റ് ഇസ് വിരുദ്ധ ഫാലസി എന്ന് പറയാം. ഇപ്പൊ ഇവിടെയുള്ള എക്സാമ്പിൾ നോക്കി. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ സാധനം അവിടെ ചോദിച്ച് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് കോസ്ഡ് എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കോസ്ഡ് പ്രൊഡ്യൂസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. സൗണ്ട് ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ട് അത് എറ്റേണൽ ആണ്, ഒരിക്കലും നശിക്കാത്തതാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടുന്ന് ഒരു കൂക്കി വിളിക്കുകയാണ് വിചാരിച്ചോ, ഈ സാധനം ഇതിന്റെ വേവ്, ഞാൻ കൂക്കി വിളിക്കുന്നതിന്റെ ആ വേവ് തീരുന്നതോടുകൂടി അത് തീർന്നു, പിന്നെ അടുത്ത സൗണ്ട് അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് എറ്റേണൽ ഒന്നല്ല, അത് നാശമില്ലാത്തതൊന്നല്ല, അനശ്വരം ഒന്നുമല്ല. അത് ആ വേവ് അങ്ങോട്ട് തീർന്നാൽ അത് അങ്ങ് തീർന്നു എന്നുള്ള സാധനമാണ്. ഇതാണ് എന്ത്? സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ വിരുദ്ധമാക്കി, അല്ലെങ്കിൽ എറ്റേണലി ആണ് എന്ന് പറയുന്നതും ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അത് ഉണ്ടായി എന്ന് പറയുന്നതും തമ്മിലൊരു ബന്ധമില്ല. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കപ്പെട്ടു എന്നുള്ളത് അതിന്റെ അനശ്വരതയെ സൂചിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ളത്. അപ്പൊ ദിസ് ഇസ് എന്താ പറയാ, ഒരു വിരോധാഭാസം, എ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. സോ വി കൻ കോൾ ഇറ്റ് വിരുദ്ധ. അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ പറയാവുന്നതാണ്. ക്ലിയർ? Can we move?
ഓക്കെ, ഇനി അടുത്തത് സത്പ്രതിഭ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ടേ. സവ്യാഭിചാരം നമ്മൾ കണ്ടു, വിരുദ്ധ നമ്മുടെ ആൻസർ ആയിരുന്നു. ദെൻ മൂവിങ് ടു സത്പ്രതിഭക. സത്പ്രതിഭക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രഡിക്റ്റഡ് മിഡിൽ തന്നെ അതിന്റെ ഇപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് ടേമും കൂടി ഉണ്ട്, ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ എന്ന് പറയും. അതായത് അവിടെ നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലാണ് കോൺട്രഡിക്ഷൻ കണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ കോൺട്രഡിക്ഷൻ കാണും എന്നുള്ളതാണ്. അതായത് വിരുദ്ധയിൽ നമ്മൾ ഒരൊറ്റ സെയിം സെന്റൻസിൽ കോൺട്രഡിക്ഷൻ ഫൈൻഡ് ചെയ്തതാണെങ്കിൽ, തെറ്റ് കണ്ടുപിടിക്കപ്പെട്ടതാണെങ്കിൽ, സത്പ്രതിഭയിലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മിസ്മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുക, രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ വിരോധാഭാസം ഉണ്ടാവുക, സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിരോധാഭാസം ഉണ്ടാവുക എന്ന് പറയുന്ന സാധനത്തിനാണ് ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ. രണ്ട് ഡിഫറെന്റ് ഇൻഫറൻസുകൾ, രണ്ട് ഡിഫറെന്റ് നിഗമനങ്ങൾ പരസ്പരം വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നുക എന്ന് പറയുന്ന കേസാണ് എന്ത്? സത്പ്രതിഭക. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ. ഇപ്പൊ നോക്കാം, എക്സാമ്പിൾ നോക്കാം. P1 എന്ന് പറഞ്ഞാൽ പ്രിമൈസ് 1. പ്രിമൈസ് ഒക്കെ എന്താന്നുള്ളത് നമ്മൾ ബേസിക്സ് പറയുന്ന സമയത്ത് പറഞ്ഞു വരുന്ന സാധനങ്ങളാണ്. ഇത് ഓൾറെഡി കുറച്ച് എന്താ പറയാ ലോജിക്കൽ റീസണിങ്ങിന്റെ അവസാന പോർഷനിലേക്ക് എത്തുന്ന ഒരു മൊഡ്യൂൾ ആയതുകൊണ്ടാണ് നിങ്ങൾ കാണുന്ന ടേമുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അതിനെക്കുറിച്ച് കാര്യമാക്കണ്ട, ഇപ്പൊ കാര്യം എന്താന്ന് മാത്രം മനസ്സിലാക്കുക. സിലബസ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. സൗണ്ട് എറ്റേണൽ ആണ് കാരണം അത് കേൾക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ. എറ്റേണലിന് തന്നെ കോൺട്രഡിക്ടറി ആയി നോൺ എറ്റേണൽ. അവിടെ തന്നെ അതിന് രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ എന്ത് സംഭവിച്ചു? കോൺട്രഡിക്ഷൻ സംഭവിച്ചു. ആൻഡ് പിന്നെ ഉള്ളത് വായിച്ചതിന് ഇവിടെ തന്നെ അതിന് രണ്ട് സ്റ്റേറ്റ്മെന്റിൽ കോൺട്രഡിക്ഷൻ ആയി. സൗണ്ടിനെ കുറിച്ച് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കോൺട്രഡിക്ടറി ഫീൽ ചെയ്യുന്നു. Which is സത്പ്രതിഭക. Okay, can we move? Yes. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഒരാളുടെ തംസപ്പിനെ ഞാൻ എല്ലാവരുടെയും തംസപ്പ് ആയിട്ട് എടുക്കുകയാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. ചാറ്റ് ബോക്സിലോ വോയിസ് റേസ് ചെയ്തിട്ടോ ചോദിക്കുക. സംശയങ്ങൾ ഉണ്ടാവും, സംശയങ്ങൾ ഉണ്ടാവണം. കാരണം ഒരു പുതിയ ടോപ്പിക്കും ആ മൊഡ്യൂളിന്റെ ഏറ്റവും അവസാനത്തെ കഷ്ണം എടുത്ത് ഡീൽ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സംശയങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ആൻഡ് യു കാൻ ആസ്ക്. ഓക്കെ, ചോദിക്കണോണ്ട് ഒന്നും വിചാരിക്കൊന്നും വേണ്ട. എനിവേ, മൂവിങ് ടു ദ നെക്സ്റ്റ്. അസിദ്ധ. അസിദ്ധയും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതിനെയാണ് അൺപ്രൂവ്ഡ് മിഡിൽ എന്ന് പറയും. അതായത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇനി ചിലപ്പോൾ തെളിയിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇക്കാലം വരെ ഇത് ലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇൻ ഫ്യൂച്ചറിൽ മേ ബി അത് തെളിയിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം? അസിദ്ധ എന്ന് പറയാം. പിന്നെ അത് എങ്ങനെയാണ് ഫാലസി ആവുന്നത്, തെറ്റാവുന്നത് അതെങ്ങനെയാണ് നോക്കാം. സപ്പോസ് സ്ഥിരമായിട്ട് അസിദ്ധയ്ക്ക് ചോദിക്കാറുള്ള, ഒന്നുകൂടെ പറയാം, ഏതാണ് ഒന്നുകൂടെ പറയേണ്ടത്? ഏത് പോയിന്റ് ആണ്? വിച്ച് പോയിന്റ്? വിച്ച് ടോപ്പിക്? നമ്മളൊരു 3 ഇപ്പൊ പറഞ്ഞു, അതിൽ ഏതാണ് ഒന്നുകൂടെ പറയണ്ടേ? അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ വിരുദ്ധത ഫീൽ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ പറഞ്ഞ സത്പ്രതിഭക എന്നുള്ളത്. ഞാനിപ്പോ റൗണ്ട് ചെയ്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ രണ്ടും സൗണ്ടിനെ കുറിച്ചാ പറയണത്, ശബ്ദത്തെ കുറിച്ചാ പറയണത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അത് എറ്റേണൽ എന്ന് പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അത് നോൺ എറ്റേണൽ എന്ന് പറയുന്നു. രണ്ട് ഓപ്പോസിഷൻസ് ഒരേ കാര്യത്തെ കുറിച്ച് വരുന്നു. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ആ വിരുദ്ധത ഫീൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നോൺ ആസ് സത്പ്രതിഭക. യെസ്, ഗുഡ്. അസിദ്ധയിലേക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു സാധനം ആകാശത്താമരയെ കുറിച്ചുള്ള, സ്കൈ ലോട്ടസിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ സ്കൈ ലോട്ടസിനെ പറ്റി ക്വസ്റ്റ്യൻ എന്ത് വന്നാലും അതിന്റെ ഓപ്ഷനിൽ അസിദ്ധ ഉണ്ടെങ്കിൽ അസിദ്ധയായിരിക്കും ആൻസർ. ഓക്കെ, അത് മാത്രമേ അതിന് എക്സാമ്പിൾ ചോദിക്കാറുള്ളൂ. സ്കൈ ലോട്ടസ് എന്ന ആകാശത്താമര എന്ന് പറഞ്ഞ ഒരു മിത്താണ്, ഒരു കോൺസെപ്റ്റ് ആണ്. ഹിന്ദു മിത്തോളജിയിലുള്ള ആകാശത്താമര എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ്, ഒരു വിശ്വാസം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇമാജിനേഷൻ, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ പണ്ട് ക്ലാസിക്കലായിട്ട് ചിന്തിച്ചു പോന്നിട്ടുള്ള ഒരു മിത്ത് മാത്രമാണ് എന്ത് ആകാശത്താമര ഉണ്ട് എന്നുള്ളത്, ആകാശത്തിൽ താമര ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആ സ്കൈ ലോട്ടസിനെ കുറിച്ച് പറയാ എന്ന് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി അതില്ലാത്തൊരു സാധനമാണ്. നമുക്ക് പ്രൂവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഇൻ ഫ്യൂച്ചറിൽ ഇനി ആരെങ്കിലും പ്രൂവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാനും പറ്റൂല. അപ്പൊ ടു ബി പ്രൂവ്ഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രൂവ് ചെയ്യപ്പെടാനുള്ളത് ഇതുവരെ അതിന് തെളിവൊന്നും ഉണ്ടായിട്ടില്ല, പ്രൂഫ് ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ടു ബി പ്രൂവ്ഡ് ഇൻ
ഫ്യൂച്ചർ. മേ ഓർ മേ നോട്ട്, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. ഇതിനെയാണ് അസിദ്ധ എന്ന് പറയാം. അപ്പൊ പറയാണ് സ്കൈ ലോട്ടസ് ഈസ് ഫ്രാഗ്രന്റ്. ആകാശത്താമര ഭയങ്കര മണമുള്ള സുഗന്ധമുള്ള ഒരു സാധനമാണ്. കാരണം അതിനൊരു താമരയുടെ ലോട്ടസ്നെസ്, താമരയുടെ സ്വഭാവമുണ്ട്. നാച്ചുറൽ സാധാ താമരയെ പോലെ ഒരു താമരയുടെ സ്വഭാവം അതിനുള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര സുഗന്ധമാണെന്ന് പറയണം. അത് തന്നെ ഇല്ലാത്തൊരു, അത് സ്കൈ ലോട്ടസ് തന്നെ ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന് സുഗന്ധം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത, എന്നാൽ ഭാവിയിൽ മേ ബി തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനത്തെ കുറിച്ച് പറയണു എന്നുള്ള കോൺസെപ്റ്റ്. ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റാണ്. മേ ബി അത് തെളിയിക്കപ്പെടാം, അന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും, ഇന്ന് പറയുമ്പോൾ തെറ്റാണ്. അതിനെയാണ് എന്ത് വിളിക്കുക? അസിദ്ധ എന്ന് വിളിക്കുക. ക്ലിയർ? ഫ്രാഗ്രന്റ്, ഫ്രാഗ്രന്റ് സ്മെല്ല്, നല്ല സ്മെല്ലിനെയാണ് ഫ്രാഗ്രന്റ്. ഫ്രാഗ്രൻസ് എന്ന് പറയില്ല നമ്മള്, സുഗന്ധമുള്ളത്. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടെ. നിങ്ങൾ ഒന്നാമത് നമ്മൾ തമ്മിൽ കാണാത്തത് കൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ ഇല്ലേ എന്നുള്ള സാധനം എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് കൊടുക്കും. എനിവേ, തിരിച്ച് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിലുള്ള 4 ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അസിദ്ധ പറഞ്ഞു, സത്പ്രതിഭക പറഞ്ഞു, സവ്യാഭിചാര പറഞ്ഞു, വിരുദ്ധ പറഞ്ഞു. ഓക്കെ, ഈ 3 ഓപ്ഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ 4 ഓപ്ഷൻസും വിരുദ്ധ അടക്കം നമ്മൾ 4 ഓപ്ഷൻസും പറഞ്ഞു. അതിൽ ഓരോന്നിനെ പറ്റി, സവ്യാഭിചാര എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇറഗുലർ ആവുന്നതായിരുന്നു. സത്പ്രതിഭക എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റുകളിൽ എന്ത് സംഭവിക്കുന്നത്, 2 വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളിൽ കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നതായിരുന്നു. ദെൻ വിരുദ്ധ എന്ന് പറഞ്ഞാലോ സെയിം സ്റ്റേറ്റ്മെന്റിൽ കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നതായിരുന്നു. അസിദ്ധ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച്, യെറ്റ് ടു ബി പ്രൂവ്ഡ് ബട്ട് മേ ബി പ്രൂവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ചുള്ളതാണ് അസിദ്ധ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, സൗണ്ട് എറ്റേണൽ ആണ്, കാരണം അത് ബിക്കോസ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, അത് ഉണ്ടായി എന്ന കാരണം കൊണ്ട് അത് എറ്റേണൽ ആണെന്ന് പറയുന്നത്. അത് സെയിം സ്റ്റേറ്റ്മെന്റിൽ വരുന്ന കോൺട്രഡിക്ഷൻ ആണ്, അതൊരു വിരോധാഭാസമാണ്. ഇറ്റ് വിൽ ബി വിരുദ്ധ. ഇപ്പം ഈ ക്വസ്റ്റ്യന് വിരുദ്ധ എങ്ങനെ ആൻസർ ആയി എന്നുള്ളത് എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയൊരു ക്ലാരിറ്റി വന്നോ, എന്തുകൊണ്ട് ബാക്കി 3 ആൻസർ ആയില്ല എന്നുള്ളത്? Yes, good. Then we are moving to the next question. മാം, ഒരു ഡൗട്ട് ഉണ്ട്. പറയൂ. ഈ അസിദ്ധയ്ക്ക് വേറെ നെയിം ഉണ്ടോ? അസിദ്ധയ്ക്ക് വേറെ നെയിം ഇല്ല, പക്ഷെ അസിദ്ധയ്ക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട് 2 നമ്മളത് സിലബസ് പറയുമ്പം പറയും. ബാധിത എന്ന് പറയുന്നത്? ബാധിത എന്ന് പറഞ്ഞാൽ അസിദ്ധയെ പിന്നെയും മുറിക്കുന്ന സാധനമാണ്. ബാധിത എന്നൊക്കെ 2 ക്ലാസിഫിക്കേഷൻ വേറെ വരാനുണ്ട്. അത് അസിദ്ധയുടെ 2 കുട്ടികളാണ്. അത് സിലബസ് പറയുമ്പോൾ നമ്മൾ പറയും. ഓക്കെ. കാരണം ചില സമയത്ത് ഈ സ്കൈ ലോട്ടസിന്റെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ബാധ്യത തന്നിട്ടും പറയാറുണ്ട്. അതായത് സ്കൈ ലോട്ടസിനെ കുറിച്ചുള്ള ഒരു കാര്യം ക്വസ്റ്റ്യനിൽ വരികയും അസിദ്ധയോ അസിദ്ധയുടെ ക്ലാസിഫിക്കേഷനായി വരുന്നത് എന്തെങ്കിലുമോ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതാണ് ഓപ്ഷൻ ആയിട്ട് വരിക, ആൻസർ ആയിട്ട് വരാം. പിന്നെ അസിദ്ധയും ബാധ്യതയും കൂടി ഓപ്ഷനിൽ വരൂല. 4 സെറ്റുള്ള ഓപ്ഷന്റെ അകത്ത് ഒരു ഓപ്ഷൻ അസിദ്ധയും ഒരു ഓപ്ഷൻ ബാധ്യതയായിട്ട് ആ കേസിൽ വരുള്ളൂ. ഒന്നുകിൽ അസിദ്ധയെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബാധ്യതയെ ഉണ്ടാവുള്ളൂ. ഓക്കെ, രണ്ടും കൂടി ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവുക വേണ്ട. അസിദ്ധയുടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ സ്കൈ ലോട്ടസിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ആ ഓപ്ഷൻ പിക്ക് ചെയ്താൽ മതി. ഓക്കെ മാം. മൂവിങ് ടു ദ നെക്സ്റ്റ്, 2 നോളജ് സോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ടേബിളിൽ. രണ്ടാമത്തെ ടേബിളിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന ചില ഫിലോസഫികൾ ഉണ്ട്. ആ ഫിലോസഫിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ട്രൈ, ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ എന്നാലും. ഓപ്ഷൻ ബി, സി, ഡി എല്ലാ ഓപ്ഷനായി. എ പറയാൻ ആർക്കും തോന്നുന്നുണ്ടോ? ഓക്കെ, നമുക്ക് പല ഉത്തരങ്ങൾ ഒന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതിൽ കൃത്യമായ എക്സ്പ്ലനേഷൻ വേണ്ടി വരും. എവിടെയും എല്ലാവർക്കും പല പല ആൻസേഴ്സ് ആണ്. ഓക്കെ, എനിവേ എ പറയാൻ ആർക്കും തോന്നുന്നുണ്ടോ? എല്ലാ ഓപ്ഷനും വന്നു, എ മാത്രം വന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് യോഗജ പ്രത്യക്ഷയെ അല്ലെങ്കിൽ യോഗജ പ്രത്യകയെ യോഗജ പ്രത്യകയെ ന്യായ ഫിലോസഫിയുമായിട്ടും
യോഗജ പ്രത്യകയെ ന്യായ ഫിലോസഫിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. കേവലജ്ഞാനയെ ജൈന ഫിലോസഫിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. പ്രത്യക ഓൺലി പ്രത്യക മാത്രം എന്നുള്ളതാണ്. പ്രത്യക മാത്രമായിട്ട് വരുന്ന സമയത്ത് that will be connected to ചാർവാക ആൻഡ് അപരോഘാനുഭൂതി എന്ന് പറയുന്നത് വേദാന്ത. ഇനി ഇതൊക്കെ എന്താന്നുള്ള സാധനങ്ങളാണ്. അതായത് നോളജ് എവിടുന്നാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫി പ്രകാരം ഒരുപാട് സോഴ്സസ് പറയുന്നുണ്ട് നോളജ് ഉണ്ടാവാൻ കാരണമായിട്ട്. ഇപ്പൊ നമ്മൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളുണ്ട്, അനുഭവിച്ചറിയുന്ന അറിവുകളുണ്ട്, നമ്മൾ നിഗമനം കൊണ്ട് ഉണ്ടാക്കുന്ന അറിവുകളുണ്ട്, നമ്മൾ മറ്റെന്തെങ്കിലും സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നോളജ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ക്ലാസിഫൈ ചെയ്ത് നോളജിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പലതാണ്, അതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ നെയിം ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യൻ ഫിലോസഫി പ്രകാരം സോഴ്സ് ഓഫ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ആദ്യത്തെ ലിസ്റ്റിൽ നിങ്ങൾ കാണുന്ന സാധനം. രണ്ടാമത്തെ ലിസ്റ്റിൽ ഇന്ത്യൻ ഫിലോസഫി പ്രകാരം ഒരുപാട് ടൈപ്സ് ഓഫ്, അതായത് കുറെ മങ്സ്, ഇപ്പൊ ജൈന മഹർഷി കൊണ്ടുവന്നതാണ് ജൈനസം എന്ന് പറയുന്നത്, ബുദ്ധന്റെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത്, വേദങ്ങളെ ബേസ് ചെയ്യുന്നതിനെയാണ് വേദാന്ത, ഇത് വേദങ്ങളെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കാണുന്നതിനെയാണ് വേദാന്ത ഫിലോസഫി എന്ന് പറയുന്നത്. ചാർവാകൻ എന്ന് പറയുന്ന മുനി കൊണ്ടുവന്ന ഫിലോസഫിയാണ് ചാർവാകനിസം എന്ന് പറയുന്നത്. ഈ ന്യായ എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ ഇന്ത്യൻ ടേം ആണ് ന്യായ, ലോജിക്കൽ റീസണിങ്. ദ ഇന്ത്യൻ ടേം ഫോർ ലോജിക്കൽ റീസണിങ് ഈസ് ന്യായ. ഓക്കെ, ആ മൊത്തം നമ്മൾ വെസ്റ്റേൺ ലോജിക്കൽ റീസണിങ്ങിന്റെ അതിന്റെ പാരലൽ ആയിട്ട് ഇപ്പുറത്ത് പറയുന്ന ഫിലോസഫിയാണ് ഈ ന്യായ. അതിൽ ഈ പറഞ്ഞ പോലെ കോസ് ആൻഡ് എഫക്റ്റും സാധനങ്ങളൊക്കെ ലോജിക് ആൻഡ് റീസണിങ്ങോട് കൂടി തിങ്ക് ചെയ്യണ ഫിലോസഫിയാണ് എന്ത്, ന്യായ ഫിലോസഫി എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ലിസ്റ്റിലുള്ളത്. ഇനി ഈ സോഴ്സ് ഓഫ് നോളജുകളെ, നോളജ് ഉണ്ടാവുന്ന സോഴ്സുകൾ ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോഴും ഈ എല്ലാ സോഴ്സുകളെയും എല്ലാ ഫിലോസഫികളും അങ്ങനെ തന്നെ പച്ചയ്ക്ക് വിഴുങ്ങുന്നില്ല, അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഏതെങ്കിലും ഇപ്പൊ സപ്പോസ് ബുദ്ധിസം എല്ലാ സോഴ്സ് ഓഫ് നോളജിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ജൈനിസം എല്ലാ സോഴ്സ് ഓഫ് നോളജിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ചില സാധനങ്ങളിൽ നിന്ന് മാത്രമേ നോളജ് ഉണ്ടാവുന്നു, അതിനാണ് പ്രോമിനൻസ് എന്ന് പറയുന്നതാണ് ഈ ഫിലോസഫികളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇവർ പല ഫിലോസഫി ആയത്. എല്ലാ സോഴ്സിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ എല്ലാം കൂടി ഒരു ഫിലോസഫി ആയാൽ മതി. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവർ പല ഫിലോസഫിക്കാരായത്. ഓക്കെ, അപ്പൊ അതിനെ കണക്ട് ചെയ്യാനാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് വേദാന്തം ഓൾറെഡി എന്താന്ന് നമ്മൾ പറഞ്ഞു, വേദങ്ങളെ ബേസ് ചെയ്യുന്നത്. ചാർവാകൻ ഉണ്ടാക്കിയ ഫിലോസഫിയാണ് ചാർവാക ഫിലോസഫി. ജൈന മഹർഷി ഉണ്ടാക്കിയ, ജൈന മങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫിലോസഫിയാണ് ജൈനിസം. ലോജിക്കൽ, വിത്ത് ലോജിക്കോട് കൂടി കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന, കോസ് ആൻഡ് എഫക്ട് നോക്കി തീരുമാനിക്കാറുള്ള സാധനങ്ങളാണ് എന്ത്, ന്യായ ഫിലോസഫി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ ലിസ്റ്റിലുള്ള യോഗജ പ്രത്യക, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് യോഗജ പ്രത്യക്ഷ എന്ന് കാണാം, കേവലജ്ഞാന ഓൺലി പ്രത്യക അല്ലെങ്കിൽ ഓൺലി പ്രത്യക്ഷ എന്ന് കാണാം, അപരോഘാനുഭൂതി, ഇതൊക്കെ നോളജ് സോഴ്സ് ആയിട്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം, എവിടെ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യാം. ഇതില് യോഗജ പ്രത്യക്ഷ അല്ലെങ്കിൽ യോഗജ പ്രത്യക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് യോഗിക് സാധനമാണ്. ഓക്കെ, യോഗയുമായിട്ട് ബന്ധപ്പെട്ട യോഗ ഫിലോസഫി തന്നെ ഉണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ. വിച്ച് മീൻസ് യോഗ ഫിലോസഫി എന്ന് പറയുന്ന സമയത്ത് മൈൻഡും നമ്മുടെ ഫിസിക്കും, നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ആ ബാലൻസ് കീപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് യോഗ ഫിലോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം. എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, പവർ ഓഫ് മെഡിറ്റേഷൻ, പവർ ഓഫ് യോഗ, യോഗിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത് അല്ലെങ്കിൽ അലൗകികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ സംഭവിക്കുന്ന ലൗകികാനുഭൂതികളെ കുറിച്ചുള്ള അലൗകികമായ, അതിനും അപ്പുറത്തേക്കുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്താ പറയാ, ഈ മുനിമാരൊക്കെ ആർജിക്കുന്ന ആ ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് പറയുന്നത്, യോഗജ പ്രത്യക്ഷ, യോഗജ പ്രത്യക എന്ന് പറയുന്നത്. ആ ടേം ക്ലിയർ ആണോ? ഓക്കെ, ഈ യോഗജ പ്രത്യകയെ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അംഗീകരിക്കുന്ന ഫിലോസഫിയാണ് എന്ത്, ന്യായ ഫിലോസഫി. യോഗ ഫിലോസഫിയെ അല്ലെങ്കിൽ യോഗിക് പെർസെപ്ഷനെ അല്ലെങ്കിൽ യോഗജ പ്രത്യക്ഷയെ ഒരു വാലിഡ് സോഴ്സ് ഓഫ് നോളജ് ആയി അംഗീകരിക്കുന്ന ഫിലോസഫിയാണ് എന്ത്, ന്യായ ഫിലോസഫി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ തന്നെ വി ക്യാൻ മാച്ച് ദം. ഇനി അടുത്താണ് കേവലജ്ഞാന. കേവലമായ ജ്ഞാനം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കേവലജ്ഞാന എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സാധാ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു എന്താ പറയാ,
നമുക്കൊരു ഒരു അവയർനെസ് ഉണ്ടാവുക എന്ന് പറയല്ലോ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു കോമൺ സെൻസ് ഉണ്ടാവുക എന്നുള്ള സാധനം. നമുക്ക് ചുറ്റുമുള്ള സാധനത്തിനെ കുറിച്ച് ഒരു അബ്സല്യൂട്ട് നോളജ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതിനെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവുക, നമ്മൾ അവെയർ ആയിരിക്കുക എന്ന് പറയുന്ന സാധനം. ഇതിനെയാണ് കേവലമായ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം. അതിന് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫിലോസഫിയാണ് എന്ത്? ജൈന ഫിലോസഫി. കേവലജ്ഞാനം ഉണ്ടായിരിക്കുക, കോമൺ സെൻസ് ഉണ്ടായിരിക്കുക, ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ക്ലിയർലി ഡയറക്ട്ലി അവെയർ ആയിരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് നോളജ് ആർജിക്കുക എന്നുള്ളതിന്, കേവലജ്ഞാനത്തിലൂടെ നോളജ് ആർജിക്കുക, അതിനെ സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഫിലോസഫിയാണ് എന്ത്? ജൈന ഫിലോസഫി. അത് ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്ത ഓൺലി പ്രത്യേക അല്ലെങ്കിൽ ഓൺലി പ്രത്യക്ഷ മാത്രം എന്നുള്ളതാണ് കേട്ടോ. ഓൺലി എന്നുള്ള സാധാ നമ്മൾ ഇംഗ്ലീഷ് ടേം തന്നെയാണ്. ഓക്കെ, പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന നോളജ് അല്ലെ. ചില സാധനങ്ങൾ നമ്മൾ കണ്ടാണ് നോളജ് ഉണ്ടാക്കുന്നത്. കാണുക മാത്രമല്ല കേട്ടോ, പ്രത്യക്ഷത്തിൽ നമ്മൾ സെൻസ് ചെയ്യാന്ന് പറയും. നമ്മളെ 5 പഞ്ചേന്ദ്രിയങ്ങളും 5 സെൻസ് ഓർഗൻസും വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ആർജിക്കുന്ന, മണത്തിട്ടോ കണ്ടിട്ടോ തൊട്ടിട്ടോ കേട്ടിട്ടോ ആർജിച്ചെടുക്കുന്ന ഓൾ നോളജസ് will be known as പ്രത്യക്ഷയിൽ വിശ്വസിക്കുന്ന, പ്രത്യക്ഷയിലൂടെ ഉണ്ടാക്കുന്ന, പ്രത്യക്ഷത്തിൽ ആർജിക്കുന്ന നോളജ് എന്ന് ഓർത്താ മതി. ഈ പ്രത്യക്ഷയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫിലോസഫിയാണ് എന്ത്? ചാർവാകന്റെ ഫിലോസഫി. ചർവാകൻ ഉണ്ടാക്കിയ ഫിലോസഫി. ചർവാകൻ എന്ന് പറയുന്ന മങ്ക് ഉണ്ടാക്കിയ ഫിലോസഫി. പ്രത്യക്ഷത്തിലുള്ള എല്ലാത്തിനെയും, പ്രത്യക്ഷത്തിൽ ആർജിച്ചെടുക്കുന്ന എല്ലാ നോളജിനെയും വാലിഡ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവർ. അത് ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. ഇനി അടുത്ത് അപരോഘാനുഭൂതി. അപരോഘാനുഭൂതി എന്നുള്ള ടേം കുറച്ചും കൂടി ഒക്കെ ഒരു സാൻസ്ക്രിറ്റ് ടേമിലേക്ക് വരുന്ന ഒരു സാധനമാണ്. അപരോഘാനുഭൂതി എന്നുള്ളത് നമ്മളൊരു റിയാലിറ്റിയെ കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു നോളജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ സെൽഫിനെ കുറിച്ച്, നമ്മളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിരിക്കുക. നമ്മളൊരു എന്താ പറയാ, സ്വത്വത്തെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കുക എന്ന് പറയല്ലോ. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നേരത്തെ യോഗിക് പെർസെപ്ഷനിൽ പറഞ്ഞ പോലെ മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് സാധനമല്ല. നമുക്ക് നമ്മളെ കുറിച്ചൊരു സ്വബോധം ഉണ്ടായിരിക്കുക. ദാറ്റ്സ് നോട്ട് അബൌട്ട് ദ യോഗിക് പെർസെപ്ഷൻ. അതിന്റെ ആ ഒരു മാനസിക തലമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാകുന്ന ഇപ്പൊ ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. എന്റെ സ്ട്രോങ് ആൻഡ് വീക്ക് സാധനങ്ങൾ എനിക്കറിയാം. അതേപോലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ് എന്താണ്, നമ്മൾ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള നമ്മളെ സ്വത്വത്തെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. ദാറ്റ് അവയർനെസ് ഈസ് നോൺ ആസ് അപരോഘാനുഭൂതി എന്നുള്ളത്. ഈ അപരോഘാനുഭൂതിയിൽ വിശ്വസിക്കുന്ന ഫിലോസഫിയാണ് എന്ത്? വേദാന്ത ഫിലോസഫി. ഇത് അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് റിയാലിറ്റി, എന്റെ വീക്ക് പോയിന്റ് ഇതാണ്, എന്റെ സ്ട്രോങ് പോയിന്റ് ഇതാണ്, ഐ നോ വാട്ട് ഐ ആം എന്നുള്ള സാധനത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിയലൈസേഷനിൽ എത്തുക. ദാറ്റ്സ് എ വേദാന്തിക് തോട്ട്. സോ ഡെഫിനറ്റ്ലി അപരോഘാനുഭൂതി നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റണം? വേദാന്തയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനിങ്ങനെ ഓർത്താലും മതി. അനുഭൂതി അബൌട്ട് അസ്, നമ്മുടെ വീക്ക് പോയിന്റും നമ്മുടെ സ്ട്രോങ് പോയിന്റും നമ്മളെ സംബന്ധിച്ച് എന്താ പറയാ, നമ്മൾ എന്താണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ്. ദാറ്റ്സ് എൻ അനുഭൂതി. ഒരു സുഖമുള്ള ഒരു പരിപാടിയാണത്. വി നോ അസ് എന്ന് പറയുന്ന ഒരു സാധനം. ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു വേദാന്ത. ക്ലിയർ? യെസ്. ബാക്കിയുള്ളവര് എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് തന്നായിരുന്നു. കാരണം ലോജിക്കൽ റീസണിങ് പൊതുവെ എല്ലാവരും, ഞാൻ അന്ന് ഓറിയന്റേഷൻ സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പൊതുവെ എല്ലാവരും ടഫ് എന്ന് പറയാറുള്ള ഒരു സാധനമാണ്. പക്ഷെ വളരെ കുറച്ച് സാധനങ്ങളെ പഠിക്കാനുള്ളതിനകത്ത് വൺസ് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 10 മൊഡ്യൂളിൽ ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. കാരണം പഠിച്ചതിലപ്പുറത്തേക്ക് വേറൊന്നേലും ചോദിക്കാനില്ല എന്നുള്ളതുകൊണ്ട്, റിപ്പീറ്റ് അടിച്ച സാധനങ്ങൾ ചോദിക്കാനുള്ള കണ്ടന്റ് അതിനകത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണെങ്കിലും അത് തറോ ആക്കിയിട്ട് പോകണം. കാരണം ക്വസ്റ്റ്യന്റെ പാറ്റേണും ക്വസ്റ്റ്യനിലെ ടോപ്പിക്കുകളും നിരന്തരം റിപ്പീറ്റ് ചെയ്യാറുള്ള, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാറുള്ള ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെ ആ ഒരു സിഗ്നിഫിക്കൻസിൽ തന്നെ പഠിക്കണം. വി ആർ മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ സാധനങ്ങളാണ്, അതിലേക്ക് വീണ്ടും വരുന്നില്ല. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ഗസ് വർക്ക് നടത്തുക. ന്യായ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ സാധനം കേട്ടോ, ലോജിക്കൽ റീസണിങ്ങിന്റെ ഇന്ത്യൻ വേർഷൻ. ഓപ്ഷൻ C3. യെസ്. ഓക്കെ, നോക്കാം. നമുക്ക് ഓപ്ഷൻ
ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ബി, സി, ഡി. ബിയും സിയും ഡി ആണ് റൈറ്റ് ആൻസർ. നോക്കാവേ നമുക്ക്. ഇതില് ന്യായ ഫിലോസഫി എന്ന് പറയുന്ന സമയത്ത് നമ്മള് നോളജ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ലോജിക്കിൽ ചോദിക്കുമ്പോൾ ഇന്ത്യൻ ലോജിക്കിൽ പ്രോമിനന്റ് ആയിട്ട് ഏറ്റവും മേജർ ആയിട്ട് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നോളജ് ഉണ്ടാക്കപ്പെടാം ആൻഡ് സോഴ്സ് ഓഫ് നോളജ്. പ്രമാണ എന്നാണ് പറയാ. നോളജിന് പ്രമാണമായത്, ആധാരമായത്, ഇന്ത്യൻ പ്രമാണ എന്നുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, നോളജിന് ആധാരമായത്, പ്രമാണമായത്, ദാറ്റ്സ് ദ സോഴ്സ് ഓഫ് നോളജ്. ഓക്കെ, ഇന്ത്യൻ പ്രമാണ, പ്രമാണ എന്നുള്ള സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഴ്സ് ഓഫ് നോളജ് എന്നുള്ളതാണ്. ആ പ്രമാണ പല രീതികളുണ്ട്. അതിൽ ചിലത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് നേരത്തെ, പക്ഷെ എന്നാലും നമുക്കൊന്ന് പറയാം. ആദ്യത്തേത് ഞാൻ ഷോർട്ടാക്കി എഴുതാണ്. ആദ്യത്തേത് പ്രത്യക്ഷ പ്രമാണ. ഓക്കെ, ആദ്യത്തേത് പ്രത്യക്ഷ പ്രമാണ. പിന്നെ വരുന്നത് അനുമാന പ്രമാണ. ഷോർട്ടാക്കി എഴുതാണ് കേട്ടോ. പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ഉപമാന പ്രമാണ. പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ഉപമാന പ്രമാണ. അതേപോലെ അനുപലബ്ധി പ്രമാണ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അനുപലബ്ധി, ഉപലബ്ധി, അനുപലബ്ധി പ്രമാണ. പിന്നെ ഉള്ളത് അർത്ഥപത്തി. അർത്ഥപത്തി എന്ന് പറഞ്ഞൊരു സംഭവം, PATTI ആണ് കേട്ടോ, അർത്ഥപത്തി. പിന്നെ ഉള്ളത് ശബ്ദപ്രമാണ. ഇങ്ങനെ സോഴ്സ് ഓഫ് നോളജുകൾ നമുക്ക് മേജർ ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പ്രത്യക്ഷ പ്രമാണ, അനുമാന പ്രമാണ, ഉപമാന പ്രമാണ, അനുപലബ്ധി, അർത്ഥപത്തി, ശബ്ദപ്രമാണ. ഇതിൽ പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യക്ഷത്തിൽ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന നോളജ്. അതിനി കൂടുതൽ പറയുന്നില്ലേ, ഓൾറെഡി നേരത്തെ പറഞ്ഞ സാധനങ്ങളായതുകൊണ്ട് പ്രത്യക്ഷത്തിൽ സെൻസ് ചെയ്യുന്ന, സെൻസ് ഓർഗൻ വെച്ച് സെൻസ് ചെയ്യുന്ന. ഇപ്പൊ ചന്ദനത്തിന്റെ മണം എന്താണ് എന്നറിയാത്ത ഒരാള് ആ നോളജ് ഉണ്ടാക്കുന്ന ചന്ദനം മണത്തിട്ടാണ്. സോ അയാളുടെ സെൻസ് ആണ്, സെൻസ് ഓർഗൻ ആണ്, സ്മെല്ലാണ് അവിടെ വർക്ക് ചെയ്ത് അയാൾ നോളജ് ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് പ്രത്യക്ഷ പ്രമാണം. ഇനി അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ അനുമാനിച്ചിട്ടാണ് നോളജ് ഉണ്ടാക്കുന്നത്. ഒരു നിഗമനം, നമുക്ക് കാണാൻ പറ്റാത്ത സാധനം. ഇപ്പൊ ബഹിരാകാശത്ത് എന്തുണ്ട് എന്നുള്ളത് അവിടെ പോകുന്നതിന് മുമ്പ് മനുഷ്യൻ അറിയില്ല. മനുഷ്യൻ അനുമാനിച്ച് മാത്രമാണ് അന്ന് ബഹിരാകാശത്തെ കുറിച്ച് ഉണ്ടാക്കിയ നോളജുകളൊക്കെ. പിന്നെ അവിടേക്ക് പോയിട്ട് പിന്നെ ആളുകൾ ആർജിച്ചെടുത്ത നോളജാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അനുമാനിച്ചും മനുഷ്യൻ എന്തുണ്ടാക്കുന്നുണ്ട്, നോളജ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് അനുമാന പ്രമാണം എന്ന് പറയുന്നത്. ഇനി ചില നോളജ് നമ്മൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് ഉപമാന പ്രമാണം. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ, ചെറിയ കുഞ്ഞു മക്കള് നിങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ കുട്ടിയെ നിങ്ങൾ പൂച്ചയെ കാണിച്ചു കൊടുത്തിട്ട് മോനെ മോളെ പൂച്ചയാണെന്ന് പറയുന്ന സമയത്ത് പിന്നെ പിറ്റേന്ന് 4 കാലിൽ ഏത് നായനെ കണ്ടാലും ആ കുട്ടി പറയും പൂച്ച എന്ന് പറയും. ബിക്കോസ് ആ കുട്ടി ഉപമിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് 2 സമയം നമ്മൾ പറഞ്ഞു കൊടുക്കും മോനെ അത് നായ കാണുമ്പോൾ പൂച്ച എന്ന മോനെ പൂച്ചയല്ല നായയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടി കമ്പാരിസൺ നടത്തുന്ന അവിടെ. ഓക്കെ, ഇത് അതുപോലെയല്ല എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഒന്നിനെ മറ്റൊന്നുമായിട്ട് ഉപമിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ നോളജിനെയും വി ക്യാൻ കോൾ ഉപമാന പ്രമാണ എന്ന് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് അനുപലബ്ധിയും അർത്ഥപത്തിയുമാണ്. ഇതില് അനുപലബ്ധി പ്രമാണ എന്ന് പറഞ്ഞാൽ അനുപലബ്ധിക്ക് വേറൊരു പേരും കൂടി പറയും അഭാവ പ്രമാണ എന്ന് പറയും. അനുപലബ്ധിക്ക് വേറൊരു പേരും കൂടി പറയും അഭാവ പ്രമാണ. ഒന്നിന്റെ അഭാവമാവുക എന്നുള്ള സാധനമാണ്. അതായത് അതുകൊണ്ട് തന്നെ അഭാവ പ്രമാണ എന്ന് കണ്ടാലും അത് അനുപലബ്ധിയാണെന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് കത്തണം. അപ്പൊ സ്ഥിരമായിട്ട് അനുപലബ്ധിക്ക് ചോദിക്കാറുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരാൾ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കുട്ടികളെ ഒന്നും കാണുന്നില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ തിരിച്ചിറങ്ങിയിട്ട് അയാൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ് ഇവിടെ ക്ലാസ് നടക്കാറേയില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അതാണെങ്കിൽ അത് അനുപലബ്ധി എന്നാണ് പറയാ. ബിക്കോസ് അയാൾ ഉണ്ടാക്കിയ കൺക്ലൂഷൻ. നേരെ മറിച്ച് ആ കുട്ടികൾ PT പീരീഡിന് പോയതാണോ, ആ ദിവസം ആ കുട്ടിക്ക് ലീവ് കൊടുത്താണോ, ആ കുട്ടികൾ ട്രിപ്പിന് പോയതാണോ, വേറെ എന്താ പരിപാടിക്ക്, ഇതൊന്നും അയാൾ ആലോചിക്കുന്നേ ഇല്ല. അയാൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് ചെല്ലുന്നു, കുട്ടികളുടെ അഭാവം കാണുന്നു, അതിൽ നിന്ന് അയാൾ കൺക്ലൂഡ് ചെയ്യുന്നു ഈ ക്ലാസ് നടക്കാറേ ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. വിച്ച് ഇസ് നോൺ ആസ് അനുപലബ്ധി. നമ്മുടെ പല നോളജുകളും ഇങ്ങനെ അനുപലബ്ധിയിലൂടെയും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് തെറ്റാനും തെറ്റാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഫാലസി, അത് വേറെ തന്നെ ടോപ്പിക്കാണ്. അതിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ട. ഇറ്റ് ജസ്റ്റ് സോഴ്സ് ഓഫ് നോളജ്. നമ്മൾ നോളജ് ഉണ്ടാക്കുന്നതിന്റെ ഒരു വേ എന്ന് മാത്രം മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരോ? അതായത് അനുപലബ്ധി പ്രമാണ, അഭാവ പ്രമാണ എന്നുകൂടി പറയും. അതായത് ഒന്നിന്റെ അഭാവം ഉണ്ടായിരിക്കുക എന്നുള്ള സാധനമാണ്. അതായത് സപ്പോസ് നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ കുട്ടികളെ ഒന്നും കാണുന്നില്ല, ടീച്ചറെയും കാണുന്നില്ല, ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പൊ തന്നെ തിരിച്ചിറങ്ങിയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നു എന്ത്,
ഈ ക്ലാസ്സിൽ ക്ലാസ് ഒന്നും നടക്കാറേ ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യുമ്പം ദിസ് ഇസ് അനുപലബ്ധി പ്രമാണ. മേ ബി ആ കുട്ടികൾ ട്രിപ്പിന് പോയതാവാം, അല്ലെങ്കിൽ PT പീരീഡ് എടുക്കാൻ പോയതാവാം, ബ്രേക്ക് കൊടുത്തതാവാം, ആ ദിവസം ലീവ് കൊടുത്തതാവാം. ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടേ ഇല്ല. നമ്മൾ ചെന്നു, കുട്ടികളുടെ അഭാവമായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, കുട്ടികളെ നമ്മൾ കണ്ടില്ല. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു, നമ്മളൊരു നോളജ് ഉണ്ടാക്കുന്നു, ഈ ക്ലാസ്സിൽ കുട്ടികളെ ഉണ്ടാവാറില്ല എന്നുള്ളത്, ക്ലാസ്സേ നടക്കാറില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന നോളജുകളൊക്കെയും അനുപലബ്ധിയാണ്. എല്ലാ അനുപലബ്ധിയും തെറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഈ പറഞ്ഞ കേസിൽ മേ ബി തെറ്റിപ്പോവാം, ഇനി ചിലപ്പോൾ അത് ശരിയുമാവാം. ഇത് തെറ്റോ ശരിയോ എന്നുള്ളത്, തെറ്റാവുന്നോ എന്നുള്ളത് ഫാലസിയാണ്, അത് വേറെ തന്നെ ടോപ്പിക്കാണ്. അതിനെ ഇതിലേക്ക് കണക്ട് ചെയ്യരുത്. ദിസ് ഇസ് ആക്ച്വലി ദ വേ ഓഫ് വി മേക്ക് ദ നോളജ് എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി അടുത്തതാണ് അർത്ഥപത്തി പ്രമാണ. അർത്ഥപത്തി പ്രമാണ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ നോളജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന കൺക്ലൂഷൻസ് ഏത് രീതിയിലാണ് എന്നിപ്പോ അനുപലബ്ധിയെ കൊണ്ട് പറഞ്ഞ പോലെ മേ ബി തെറ്റാനും തെറ്റാതിരിക്കാനും സാധ്യതയുള്ള പോലെ ഒരു സാധനം. അർത്ഥപത്തിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കോംപ്രഹെൻഷൻ, നമ്മളൊരു മനസ്സിലാക്കലിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വേരിയേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു വേരിയേഷനിൽ നമ്മൾ ഉണ്ടാക്കുന്ന നോളജുകളൊക്കെ അർത്ഥപത്തി എന്നാണ് പറയാ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് അയാൾ പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, പകല് ഭക്ഷണം കഴിക്കാറില്ല എന്നൊരാൾ പറയാണ് വിചാരിച്ചത്. ഞാൻ പകല് പക്ഷെ അയാൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് ഒരു അസുഖങ്ങളും ഇല്ല, ഭയങ്കര പക്കാ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാൾ പറയാണ്, ഞാൻ പകൽ ഭക്ഷണം കഴിക്കാറില്ല. വിച്ച് മീൻസ് അയാൾ രാത്രി അലാറം വെച്ച് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനായിരിക്കും. ഭക്ഷണം കഴിക്കാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഒരാളെ കണ്ടിട്ട് അയാൾ പറയാണ്, ഞാൻ പകൽ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുമ്പം അയാൾ നമ്മളൊന്ന് നോക്കും. അയാൾ ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ വിച്ച് മീൻസ് അയാൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തും. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു നോളജ് ആണ്. അത്തരം നോളജുകളെയാണ് നമ്മൾ അർത്ഥപത്തി, നമ്മളൊരു ഇംപ്ലൈഡ് നോളജിനെ പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ളത്, ആ കോണ്ടെക്സ്റ്റിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു സാധനം. ആ കോണ്ടെക്സ്റ്റിൽ അയാൾ നേരിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളത്. ഞാൻ പകല് കഴിക്കാറില്ല എന്ന് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ, രാത്രി കഴിക്കാറുണ്ട് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. വിച്ച് ഇംപ്ലൈഡ് ദാറ്റ് അത്രയും ഹെൽത്തി ആയ ഒരു മനുഷ്യൻ രാത്രി കഴിക്കാതെ അത്ര ഹെൽത്തി ആയിട്ട് നിൽക്കൂല എന്നുള്ള സാധനം. ദിസ് കൈൻഡ് ഓഫ് നോളജ് മേക്കിംഗ് ഈസ് നോൺ ആസ് അർത്ഥപത്തി പ്രമാണ. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിള് സ്ഥിരമായിട്ട് അർത്ഥപത്തിക്ക് ചോദിക്കാറുള്ളതാണ്. അതിൽ ഉള്ള ക്യാരക്ടറിന്റെ പേര് ദേവദത്ത എന്നാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. എവിടെ ദേവദത്തനെ കണ്ടാലും വി ക്യാൻ എൻഷുർ ദാറ്റ് ആ ക്വസ്റ്റ്യൻ അർത്ഥപത്തിയിലേക്കാണ് ഇൻഡെക്സ് ചെയ്യണത് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി അവസാനത്തെ പ്രമാണയാണ് ശബ്ദ പ്രമാണം. ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദകോഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ശബ്ദകോഷ് എന്ന് പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിച്ച ഡിക്ഷണറിക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ശബ്ദകോഷ്. ഇത് തന്നെയാണ് സാധനം. ശബ്ദ പ്രമാണ, വാക്കിൽ നിന്ന്, ഒരു റിട്ടൺ ടെക്സ്റ്റിൽ നിന്ന്, ടെക്സ്റ്റൽ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന്, വിച്ച് മീൻസ് ഇവിടെ അത് വേദങ്ങളായിരിക്കാം, ഉപനിഷത്തുകളാവാം, പുസ്തകങ്ങളാവാം. എനിവേ, ശബ്ദത്തെ ബേസ് ചെയ്ത് ശബ്ദകോഷ് അല്ലെങ്കിൽ വാക്കിനെ, ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന, പുസ്തകങ്ങളിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നോളജും ശബ്ദ പ്രമാണയായിട്ടാണ് പറയാ. ഈ പറഞ്ഞ പ്രമാണങ്ങളൊക്കെ ക്ലിയർ ആണോ? ഈ പറഞ്ഞ 6 ക്ലിയർ ആണോ? ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചോക്കെ. ന്യായം എന്താണെന്ന് ഇപ്പൊ നമുക്കറിയാം. ദ ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്. അതിലെ ന്യായ ഫിലോസഫി പ്രകാരം അറിവുകൾ എങ്ങനെയൊക്കെയാണ്, സോഴ്സ് ഓഫ് നോളജ് എന്തൊക്കെയാണ്, മേജർ ആയിട്ട് 6 അതും നമുക്ക് പറയാം. ഇനി ഇതൊന്ന് വായിച്ചോക്കെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഫോർ ദി ന്യായ വിച്ച് മീൻസ് ന്യായ ഫിലോസഫി, നോളജ് ഓഫ് അഭാവ ഈസ് അക്വയർഡ് ത്രൂ അനുപലബ്ധി പ്രമാണ. നോളജ് ഓഫ് അഭാവ ഈസ് അക്വയർഡ് ത്രൂ അനുപലബ്ധി പ്രമാണ. ശരിയാണോ തെറ്റാണോ? അനുപലബ്ധിക്ക് നമ്മൾ അഭാവ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോളജ് ഓഫ് അഭാവ എന്നല്ല നമ്മൾ പറഞ്ഞ്. നോളജ് ഓഫ് അഭാവ എന്നല്ല, ഒന്നിന്റെ അഭാവം ഉള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നോളജാണ് അനുപലബ്ധി അല്ലെങ്കിൽ അഭാവ പ്രമാണ. വായിക്കുമ്പോൾ മീനിങ് കൃത്യമായി മനസ്സിലാക്കണേ. നമ്മൾ ഒരു കാര്യത്തിന്റെ അഭാവം അവിടെ ഉള്ളത് കൊണ്ട്, ക്ലാസ്സിൽ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ കൺക്ലൂഷൻ, നമ്മൾ ഉണ്ടാക്കിയ നോളജാണ് ആ ക്ലാസ് നടക്കാറില്ല എന്നുള്ളത്. അഭാവം, ഒന്നിന്റെ അഭാവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നോളജാണ് അനുപലബ്ധി പ്രമാണം. അല്ലാതെ അനുപലബ്ധിയിൽ നിന്നല്ല നമ്മൾ അഭാവയുടെ നോളജ് ഉണ്ടാക്കുന്നത്. ആ ഡിഫറൻസ് മനസ്സിലായോ? നോളജ്
ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? നോളജ് ഓഫ് അഭാവ, അതായത് ഒന്നിന്റെ അഭാവം ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്വയർ ചെയ്യുന്നത് അനുപലബ്ധിയിലൂടെയാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ അനുപലബ്ധിന്റെ ഡെഫിനിഷൻ എന്താ? അനുപലബ്ധി ഉണ്ടാവുന്നത് അഭാവ ത്രൂ ആണ്. നേരെ തിരിഞ്ഞുപോയി. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഉൾട്ടയായിട്ടാ തന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുമായിരുന്നു. അനുപലബ്ധി ഈസ് അക്വയർഡ് ത്രൂ നോളജ് ഓഫ് അഭാവ എന്നാണെങ്കിൽ സാധനം കറക്റ്റാ. നേരെ തിരിച്ചു പറയുമ്പോൾ തെറ്റാണ്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇല്ല. നോക്കാം. അനുപലബ്ധി പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താ അനുപലബ്ധിക്ക്? കുട്ടികൾ ക്ലാസ്സിൽ കുട്ടികളുടെ ഇല്ലാതിരിക്കുമ്പോൾ അഭാവം ക്ലാസ്സിലുണ്ട്, കുട്ടികളുടെ അഭാവം, കുട്ടികൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു കേസ്. അപ്പൊ ഈ കുട്ടികളുടെ അഭാവം ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നോളജ് ഉണ്ടാക്കുന്നത്. എന്ത് നോളജ്? ആ ക്ലാസ്സിൽ ക്ലാസ് നടക്കാറില്ല എന്നുള്ള നോളജിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അഭാവ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? നോളജ് ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞ സാധനം എന്താ നോക്ക്, അഭാവ ഈസ് അക്വയർഡ് ത്രൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അനുപലബ്ധി ഈസ് അക്വയർഡ് ത്രൂ അഭാവ എന്നല്ലേ പറയണ്ടേ? ഓക്കെ. വന്ന സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞ നേരെ തിരിച്ചാ പറഞ്ഞത്. നമ്മൾ അനുപലബ്ധിയുടെ പേര് അഭാവ പ്രമാണന്നൊക്കെ പഠിച്ചു പോയിട്ട് ഒറ്റ റീഡിങ്ങിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് റീഡിങ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നമുക്ക് തോന്നും. എന്നിട്ട് സ്വാഭാവികമായി നമ്മൾ ഓപ്ഷൻ 4 എടുക്കും. ബിയും സിയും ഡിയും ചിലപ്പോൾ ആദ്യ വായനയിൽ തന്നെ മനസ്സിലാവും. വായിച്ചിട്ട് ഇത് അഭാവ പ്രമാണം, അനുപലബ്ധിക്ക് അഭാവ പ്രമാണം എന്ന് പറയാറുണ്ടല്ലോ, അപ്പൊ എയും കറക്റ്റ് ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ 4th ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുക. പക്ഷെ ആൻസർ കീ വരുമ്പോൾ തെറ്റായിരിക്കും. ഇത് പറഞ്ഞത് അവർ തിരിച്ചാ പറഞ്ഞത് എന്നുള്ള സാധനം മനസ്സിലാക്കാൻ അതിനൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കുക മനസ്സിൽ. അപ്പൊ സാധനം കൃത്യമായിട്ട് മനസ്സിലാവും. പറഞ്ഞു തിരിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. നേരെ തിരിച്ചായിരുന്നെങ്കിൽ സാധനം ശരിയാവുമായിരുന്നു. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ന്യായ മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലൗകിക ആൻഡ് അലൗകിക പ്രത്യക്ഷ. അതായത് ന്യായ ഫിലോസഫിയിൽ പ്രത്യക്ഷ പ്രമാണയിൽ ശരിക്ക് രണ്ട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതായത് പ്രത്യക്ഷ പ്രമാണയ്ക്ക് രണ്ട് കുട്ടികളുണ്ട്. അതായത് സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും സ്മൃതിയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നതെന്നും പറയും. ഓക്കെ, നമ്മൾ പഞ്ചേന്ദ്രിയ സ്വഭാവങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന അറിവുകളും ദെൻ ചിലത് നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന. ഇപ്പൊ ചന്ദനം നമ്മൾ ഇപ്പൊ ചെറുപ്പത്തിൽ ചന്ദനത്തിന്റെ പീസ് മണത്തിട്ട് ചന്ദനത്തിന്റെ മണം എന്താന്ന് നമുക്കറിയാം. ഒരു 10-20 കൊല്ലം വരെ നമ്മൾ ചന്ദനത്തിന്റെ സ്മെൽ എന്താന്ന് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ചന്ദനത്തിന്റെ സ്മെല്ല് കിട്ടുമ്പം ഇത് ചന്ദനം എന്ന് ഐഡന്റിഫൈ ചെയ്യണത് പണ്ടെപ്പോഴോ കുട്ടിക്കാലത്ത് എപ്പോഴോ മണത്ത ചന്ദനത്തിന്റെ ഓർമ്മയിൽ നിന്ന് വന്ന അറിവാണ്. ദാറ്റ് സ്മൃതിയിലൂടെ ഉണ്ടാക്കുന്നതെന്ന് പറയും. അത് പ്രത്യക്ഷ പ്രമാണയുടെ രണ്ട് കുട്ടികളായിട്ടാണ് നമ്മൾ പറയാ. അതേപോലെ തന്നെ നമ്മൾ പറയാറുള്ള രണ്ട് കഷ്ണുണ്ട്, ലൗകിക പ്രത്യക്ഷയും അലൗകിക പ്രത്യക്ഷയും. ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും തൊടാനും നമ്മുടെ സെൻസ് ഓർഗൻസിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ലൗകികം, ലോകവുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത്. അലൗകിക എന്ന് പറയുമ്പം ബിയോണ്ട് ദ വേൾഡ്, ബിയോണ്ട് ദ ഹ്യൂമൻ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് അലൗകികത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്വർഗന്നോ നരകന്നോ എന്നൊക്കെ വിശ്വസിക്കുന്ന പറയപ്പെടുന്ന സാധനങ്ങൾ, ഇതാണ് അലൗകിക എന്ന് പറയുന്ന സാധനം. ന്യായ ഫിലോസഫിയിൽ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൗകികം എന്താണ് അലൗകികം എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് ലോജിക് ആൻഡ് റീസണിങ്ങിൽ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യലാണ് ന്യായ ഫിലോസഫി നമ്മൾ പറഞ്ഞു. അപ്പൊ ലൗകികം ഏതാണ് അലൗകികം ഏതാണെന്ന് വേർതിരിച്ചിട്ട് ലൗകികയെ എടുക്കലാണ് ആര് ചെയ്യണത്? ന്യായ ഫിലോസഫി. അലൗകികം വെറും തോന്നലാണ്. അലൗകികം നമ്മുടെ വിശ്വാസമോ മിത്തോ തോന്നലുകളോ മാത്രമാണ്. ലൗകികതയാണ് നമ്മൾ അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന സാധനങ്ങൾ. ന്യായ ഫിലോസഫി ചെയ്യണത് എന്താ? ലൗകികയെയും അലൗകികയെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള സാധനമാണ് ചെയ്യണത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? ഇവിടെ അലൗകിക എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലൗകികമായതിനും അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും അലൗകികമാണ്. അഭൗമമായ കാര്യങ്ങളൊക്കെ അലൗകികമാണ്. ആ രീതിയിൽ ചിന്തിക്കാം. ബിയോണ്ട് ദ എർത്ത്, എത്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള സാധനങ്ങൾ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലൗകികയെ പിക്ക് ചെയ്തിട്ട് ലോജിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ന്യായ വിശ്വസിക്കുന്ന കാര്യം. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി ചുറ്റുമുള്ള സാധനങ്ങളെ ലൗകികം ഏതാണ് അലൗകികം ഏതാണെന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കേണ്ടി വരും ന്യായക്ക്. ആ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? മൂവ് ചെയ്യട്ടെ അടുത്തതിലേക്ക്. ഇനി അടുത്തത്
ന്യായ ഫിലോസഫി റെഡ്യൂസസ് അർത്ഥപത്തി ടു അനുമാന. അർത്ഥപത്തിയെ അനുമാനയിലേക്ക് എന്താ പറയാ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. അർത്ഥപത്തിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇംപ്ലിക്കേഷൻ ആണ്. അതായത് ഇംപ്ലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അയാള് ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറഞ്ഞു, പകല് കഴിക്കാറില്ല എന്ന് പറഞ്ഞു, എന്നാ പിന്നെ അതിൽ ഇംപ്ലൈഡ് ആണല്ലോ അയാൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഇംപ്ലിക്കേഷനെ ഒക്കെ ഞാൻ അങ്ങനെ അനുമാനിച്ചു എന്ന് പറയുന്ന അനുമാന കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്. സ്ക്രീൻ ചേഞ്ച് ആയിട്ടില്ല, ഞാൻ സി സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് സി ആണ് ഞാൻ പറയുന്നത്. അത് കാണാലോ അല്ലെ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഞാൻ പറയുന്ന സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? ഓക്കെ. ന്യായ റെഡ്യൂസസ് അർത്ഥപത്തി ടു അനുമാന. അർത്ഥപത്തിയെ, അപ്പൊ അർത്ഥപത്തിക്ക് ഒരു പ്രശ്നമുണ്ട്, ഇംപ്ലിക്കേഷൻ തെറ്റിപ്പോവാനുള്ള ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അർത്ഥപത്തിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ അനുമാനിക്കാന്ന് പറയും. അർത്ഥപത്തിയിലൂടെ വന്ന് അനുമാനയിൽ എത്തുക. അപ്പൊ അനുമാനയിൽ എത്തുമ്പോൾ കോംപ്ലിക്കേഷൻ കുറച്ചുകൂടി കുറയും, കാരണം നമ്മുടെ നിഗമനമാണ്. അപ്പൊ നിഗമനം നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അതിന്റെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അർത്ഥപത്തിയിൽ തുടങ്ങി അനുമാനയിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ് ആണ് എവിടെ നടക്കുന്നത്? ന്യായയിൽ നടക്കുന്നത്. ദാറ്റ്സ് ദ റൈറ്റ് വൺ. ക്ലിയർ? ഇനി അടുത്താണ് ലാസ്റ്റത്തെ. ന്യായ ആക്സെപ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ഉപമാന ആസ് എ പ്രമാണ. ന്യായ ഫിലോസഫി ഉപമാനയെ ഒരു സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നോ എന്നുള്ളതാണ്. ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ന്യായയിൽ നമ്മൾ 6 പറഞ്ഞത്. പ്രത്യക്ഷയും അനുമാനയും ഉപമാനയും അർത്ഥപത്തിയും ശബ്ദയും ഒക്കെ ന്യായയെ സംബന്ധിച്ച് ദേ ആർ ആക്സെപ്റ്റിംഗ് ഓൾ എന്ന് പറയുന്ന ഒരു സാധനം. സോ ന്യായ ഫിലോസഫി ഉപമാനയെ, ഉപമാനപ്രമാണയെ അല്ലെങ്കിൽ ഉപമിച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെ, നോളജ് ഉണ്ടാക്കുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ക്ലിയർ? ഈ ന്യായം പ്രമാണാസും ഒന്നാണോ? ന്യായയും പ്രമാണാസും ഒന്നല്ല. ന്യായ ഒരു ഫിലോസഫിയാണ്. പ്രമാണ എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് നോളജിന്റെ സംസ്കൃതം ടേമാണ്. ഓ, നമ്മൾ ജൈനിസവും ബുദ്ധിസവും ഒക്കെ പറയുന്നത് പോലെ ഒരു ഫിലോസഫി മാത്രമാണ് ന്യായ. ബാക്കിയുള്ളതിനൊരു റിലീജിയസ് ടച്ച് വരുമെങ്കിൽ ന്യായക്ക് ആ റിലീജിയസ് ടച്ച് വരില്ല. അത് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടും ലോജിക്കൽ ആയിട്ടും കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. മൂവിങ് ടു ദ നെക്സ്റ്റ്. അസേഷൻ റീസൺ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണോ എന്നും ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ പറയാൻ കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ബേസിക് സാധനത്തിൽ ചോദിച്ചൊരു സാധനമാണ്. പുതുതായിട്ട് എക്സാം എഴുതുന്നവർക്ക് ചിലപ്പോൾ ഒരു ടഫായിട്ട് ഫീൽ ചെയ്യാം. നമ്മൾ പറയും. എനിവേ ഒന്ന് ട്രൈ ചെയ്യാം ആൻസർ ചെയ്യാൻ. The last question from the set. 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5ാമത്തെ ചോദ്യം. 5 4ാമത്തെ അല്ലേത്? ഓപ്ഷൻ ഡി, എ ഈസ് ഇൻകറക്റ്റ്, ആർ ഇസ് കറക്റ്റ്. അഗെയിൻ ഓപ്ഷൻ ഡി. ഡിക്ക് ഫാൻസ് കൂടുതലാണല്ലോ. ഓക്കെ, നോക്കാം. ഡിക്കാണ് എന്തായാലും ആൻസേഴ്സ് കൂടുതലുള്ളത്. എല്ലാവരും ഡി പറയുമ്പം ഡി ആൻസർ ആവാൻ ഉള്ള സാധ്യത ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഓക്കെ, എനിവേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നോക്കാം നമുക്ക്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അസേഷൻ ഉണ്ട്. അസേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു നിഗമനം തന്നിട്ടുണ്ട്. അതിന്റെ റീസൺ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടും ശരിയാണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നെ ചെക്ക് ചെയ്യുക. ഇനി രണ്ടും ശരിയാണെങ്കിൽ രണ്ടാമത്തേത് ആദ്യത്തേതിന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ 2 പ്രോസസ്സാണ് എവിടെ നടക്കേണ്ടത്? അസേഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നടക്കേണ്ടത്. ഇനി അസേഷൻ പറയാണ്, വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രൊപ്പോസിഷൻ ബൈ ഇറ്റ് സെൽഫ് എന്ന് പറയാണ്. ഇത് ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 2 ടേമുകൾ പഠിക്കുക, വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയും. അതായത് ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്നാണ് ചോദിക്കുക. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സ്റ്റേറ്റ്മെന്റുകളും 2 പ്രൊപ്പോസിഷൻസും ആ പ്രൊപ്പോസിഷൻസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന നിഗമനവും എന്നാണ് പറയാ. 2 സ്റ്റേറ്റ്മെന്റും ആ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന നിഗമനവും എന്ന് പറയുന്ന കേസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വിചാരിക്കുക, എന്റെ കയ്യിൽ 10
വെള്ള പേനയുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ കയ്യിൽ 10 വെള്ള പേനയുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് എന്റെ കയ്യിലുള്ള കുറച്ച് പേനകൾ വെള്ളയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിൽ 10 വെള്ള പേനകളുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലുള്ള കുറച്ച് പേനകൾ വെള്ളയാണ് എന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെയും അനലൈസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ പറയുന്ന കൺക്ലൂഷൻ, ആ കൺക്ലൂഷൻ ഇങ്ങനെയാണ് വിചാരിക്കുക, എന്റെ കയ്യിലുള്ള എല്ലാ പേനയും വെള്ളയാണ് എന്നുള്ള കൺക്ലൂഷൻ ഞാൻ ഉണ്ടാക്കി വിചാരിക്കുക. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും അതിൽ നിന്നുള്ള കൺക്ലൂഷൻ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷനും ഉണ്ടാവും. ഈ സെറ്റിനെയാണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. രണ്ട് പ്രിപ്പോസിഷൻ, അതിൽ നിന്നുണ്ടായ കൺക്ലൂഷൻ. ദിസ് സെറ്റ് വിൽ ബി നോൺ ആസ് ഒരു സിലോജിസം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു സാധനം. സിലോജിസം എന്നൊക്കെ നമ്മൾ സിലബസ് പഠിക്കുമ്പോൾ ടേം ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ അതിന് ആർഗ്യുമെന്റ് സെറ്റ് എന്ന് പഠിക്കാം. ഈ സാധനം വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ പ്രിപ്പോസിഷൻസ് തമ്മിൽ മാച്ച് ചെയ്തിട്ട് അതിന് വാലിഡ് ആയിട്ടുള്ള അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായ കൺക്ലൂഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ രണ്ട് സാധനത്തിനും മാച്ച് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണോ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തരികയും ആ സ്റ്റേറ്റ്മെന്റിനെ ആസ്പദമാക്കി മൂന്നാമതൊരു കൺക്ലൂഷൻ തരികയും ചെയ്യുമ്പോൾ ഇത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ കൺക്ലൂഷൻ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ്. ബന്ധം ഉണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടെന്നും ബന്ധം ഇല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല എന്നാണ് പറയാം. അപ്പൊ ഈ ബന്ധം ഉണ്ടോ നോക്കണമെങ്കിൽ ഒന്ന് പോരെ രണ്ടാള് വേണം. ഓക്കെ, ബന്ധം ഉണ്ടോ നോക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോരാ, രണ്ട് സ്റ്റേറ്റ്മെന്റ് മിനിമം വേണം. അപ്പോഴേ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രപ്പോസിഷൻ ബൈ ഇറ്റ് സെൽഫ്. ഒരു സിംഗിൾ പ്രപ്പോസിഷനിൽ നമുക്ക് വാലിഡിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, രണ്ടെണ്ണം വേണം. സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. കത്തിയോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായത് എന്തുകൊണ്ടാന്ന് കത്തിയോ? നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രപ്പോസിഷൻ, ദാറ്റ്സ് റൈറ്റ് വൺ. വാലിഡിറ്റി ഒരിക്കലും നമ്മൾ ഒരാളെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഒരാളൂടെ വേണ്ടേ, മിനിമം രണ്ടെണ്ണം വേണ്ടേ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ പറഞ്ഞത് കത്തിയിട്ടുണ്ടോ? ഈ പറഞ്ഞത് ഓക്കെ ആണോ? ഇതൊക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത് ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേപ്പ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഇറ്റ്സ് റൈറ്റ് വൺ, നമ്മൾ അതിനെ ടിക്കട്ടെ. ഇനി രണ്ടാമത്തെ റീസൺ നോക്കുക. വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി ആർ ആട്രിബ്യൂട്ട് ഓഫ് ആർഗ്യുമെന്റ്. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒരു ആർഗ്യുമെന്റ്, ആ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയും ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ വാലിഡിറ്റി ഇൻവാലിഡിറ്റി എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ ഈ സെറ്റ് ഓഫ് ആർഗ്യുമെന്റിന്റെ രണ്ട് ആട്രിബ്യൂട്ടുകളാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ആണ്. കാരണം എന്താ, വാലിഡിറ്റി ഒരിക്കലും നമുക്കൊരു സിംഗിൾ പ്രൊപ്പോസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. വൈ? അത് ആർഗ്യുമെന്റിന്റെ ആട്രിബ്യൂട്ട് ആണ്. ആർഗ്യുമെന്റ് ഫുൾഫിൽ ആവണമെങ്കിൽ എന്ത് വേണം? മിനിമം രണ്ട് പ്രൊപ്പോസിഷനും കൺക്ലൂഷനും വേണം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തേതിന്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാം. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം. ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പം ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ടോപ്പിക്കുകൾ വായിക്കണ പോലെ ഒരു സർഫേസ് ലെവലിൽ വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടൂല. നമ്മളത് അങ്ങനെ ആയാൽ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ പഠിച്ച തിയറികൾ വെച്ച് ആലോചിക്കാൻ പറ്റണം. തുടക്കമൊക്കെ നമ്മൾ കുറേ സമയം എടുക്കും. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അതിന്റെ സമയം കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. എക്സാം ആകുമ്പോഴേക്കും ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെറ്റ്. ജസ്റ്റ് ഒരു ഗസ് വർക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കാം. ഓപ്ഷൻ എ. നമുക്ക് നെറ്റിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്കി കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യുന്നുള്ള സാധനം ഒന്ന് ചാറ്റ് ബോക്സിലിടുക. എ പറയുന്നു, ഡി പറയുന്നു, എ പറയുന്നു, ഓക്കെ, എഗൈൻ എ പറയുന്നു. എനിവേ നോക്കാം നമുക്ക്. യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡി പറഞ്ഞാൽ മിഠായിണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എയും സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നു. എയും സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ. ഞാൻ പറയുന്ന സാധനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
നമ്മൾ കുറെ ഫിലോസഫികൾ നേരത്തെ മെൻഷൻ ചെയ്യണ്ടായി. വേദാന്ത ഫിലോസഫി പറഞ്ഞു, ജൈനിസം പറഞ്ഞു, ചാർവാകനിസം പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് ബുദ്ധിസം നമ്മൾ മെൻഷൻ ചെയ്തു, ന്യായ ഫിലോസഫി പറഞ്ഞു. ഇങ്ങനെ കുറെ ഫിലോസഫികൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഫിലോസഫികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പറഞ്ഞ പ്രമാണകൾ ഉണ്ടല്ലോ, 6 പ്രമാണങ്ങൾ: പ്രത്യക്ഷ, അനുമാന, ഉപമാന, അനുപലബ്ധി, അർത്ഥപത്തി, ശബ്ദപ്രമാണ. ഈ പ്രമാണങ്ങളെ എല്ലാത്തിനെയും ഇവരെല്ലാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ വേദാന്ത ഫിലോസഫിയൊക്കെ ശബ്ദപ്രമാണയെ മാത്രമേ ഓൽക്ക് വേണ്ടുള്ളൂ. കാരണം എന്താ, അവര് ടെക്സ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ആണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു സാധനം വെച്ച് ആ സാധനം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ ചാർവാക ഫിലോസഫിയെ നമ്മൾ എടുക്കുമ്പോൾ ഇവർക്ക് ഈ ടീമിന് അതിൽ ചാർവാകന്റെ ഫിലോസഫിക്ക് പ്രത്യക്ഷ പ്രമാണയെ മാത്രമേ പറ്റുള്ളൂ. വേറെ ബാക്കിയുള്ള 5 പ്രമാണങ്ങളെയും ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല, അതിലൊന്നും ഇവർ വിശ്വസിക്കുന്നേ ഇല്ല. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള നോളജ് ഉണ്ടാക്കുന്നതിൽ മാത്രമേ ചാർവാകന് വിശ്വാസമുള്ളൂ എന്നർത്ഥം. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മാച്ച് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അത്. അപ്പൊ ചാർവാക ഫിലോസഫി പ്രത്യക്ഷ പ്രമാണയെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വരുമ്പം സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി ശരിയായിരിക്കുമോ നിങ്ങൾ പറ. ചാർവാകൻ പ്രത്യക്ഷയെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2B ശരിയായിരിക്കുമോ? ഇല്ല. ഇല്ല. കാരണം എന്താ, ശബ്ദയെ മാത്രമേ ചാർവാകൻ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് രണ്ടാമത്തെ പറയുന്നത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ദ തിയറം ഈസ് പ്രത്യക്ഷ പ്രമാണയെ മാത്രമേ ചാർവാകൻ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, പിന്നെ വേറൊരു പ്രമാണയ്ക്കും അവിടെ എന്തില്ല, റോൾ ഇല്ല, വെട്ടി. ഓപ്ഷൻ ബി വരികയില്ല. ഇനി സി നോക്കാം. ഫോർ ദ ചാർവാക അനുമാന ഈസ് നോട്ട് എ പ്രമാണ. അത് ശരിയല്ലേ? അത് ശരിയല്ലേ? കാരണം പ്രത്യക്ഷയെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി വേറെ എന്ത് പ്രമാണം പറഞ്ഞാലും നോട്ടെ പ്രമാണയാണ് ചാർവാകയ്ക്ക്. അനുമാന നോട്ടെ പ്രമാണയാണ്, ഉപമാന നോട്ടെ പ്രമാണയാണ്, അർത്ഥപത്തി നോട്ടെ പ്രമാണയാണ്, അനുപലബ്ധി നോട്ടെ പ്രമാണയാണ്, ശബ്ദ നോട്ടെ പ്രമാണയാണ്. ഇവർക്ക് പ്രമാണയാവുന്നത് പ്രത്യക്ഷ മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ സി സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം എന്താ, അനുമാന ചാർവാക വിശ്വസിക്കുന്ന പ്രമാണയല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ എ നമ്മൾ എടുത്തു, ബി നമ്മൾ വെട്ടി, സി നമ്മൾ എടുത്തു. ഇനി ഡി നോക്കാം. ഡി ഒരു പുതിയ കാര്യമാണ്, പുതിയൊരു സാധനം നമ്മൾ പറയുന്നത്. ജൈനനെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മങ്ക് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഫിലോസഫി ഉണ്ട്. അപ്പൊ ഈ ജൈന മങ്കിനെയും മതി മങ്കിനെയും വെച്ച് നോക്കുമ്പോൾ അവരുടെ ഫിലോസഫിയിൽ ഈ പറഞ്ഞ പെർപ്പച്വൽ ആയിട്ടുള്ളതും ഇൻഫറൻഷ്യൽ ആയിട്ടുള്ള നോളജിനെ രണ്ടിനെയും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് ഈ പെർപ്പച്വൽ നോളജ് എന്ന് വെച്ചാൽ, ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, ഭയങ്കര എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ് പെർപ്പച്വൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ പറഞ്ഞ ജൈന മങ്കിന്റെയും മതി മങ്കിന്റെയും ഫിലോസഫികളിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പെർപ്പച്വൽ എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാം. ഈ പെർപ്പച്വൽ ആയിട്ടുള്ള നോളജുകളെ അതേപോലെ സെൻസ് ഓർഗൻസിലൂടെ മൈൻഡ് ത്രൂ അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ത്രൂ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന നോളജുകളൊക്കെ ഇവർക്ക് വലിയ കാര്യമാണ്. അപ്പൊ പെർപ്പച്വൽ, അതേപോലെ തന്നെ ഇൻഫറൻഷ്യൽ, നമ്മൾ ഉണ്ടാക്കുന്ന നിഗമനങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന നോളജിനെയും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ ഭയങ്കര എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയാ, നമ്മളെ ഈ സാൽവേഷൻ പോലുള്ള ആ ടൈപ്പ് സാധനം ഉണ്ടാവല്ലോ, ഒരു അനുഭൂതിയിലേക്ക് അങ്ങ് എത്തുന്ന, ഈ മങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ലൈക്ക് ആ ഒരു സ്റ്റേജ്, അവരുടെ മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇൻക്ലൂഡഡ് ആണ് എന്ന് പറയുന്ന കേസാണ് ജൈനനെയും മത്തിയെയും സംബന്ധിച്ച് വരുന്ന കാര്യം. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക. ഡിയും ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എ നമ്മൾ എടുത്തു, ബി നമ്മൾ വെട്ടി, സി നമ്മൾ എടുത്തു, ഡി നമ്മൾ എടുത്തു. ACD വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇപ്പം ജൈനക്ക് പകരം മതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണോ? ജൈനനും മതിയും ഏകദേശം ഒരേപോലെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഫിലോസഫേഴ്സ് ആയിരുന്നു. ഓക്കെ. ഇതാണ് നിങ്ങളെ കഴിഞ്ഞ അറബിക്കിന്റെ സെറ്റിൽ ഉണ്ടായിരുന്ന 5 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഏത് റേഞ്ചിലാ വരുന്നതെന്നില്ല. പക്ഷെ അപ്പോഴും നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചോദിച്ചതിന്റെ അകത്ത് തന്നെ ചോദ്യങ്ങൾ വരുള്ളൂ. പുതിയൊരു സാധനം വരാനില്ല. കാരണം കുറെ കാലം മുമ്പ് എഴുതി വെച്ചതും ഈ ഇന്ത്യൻ പ്രമാണയിലൊക്കെ കേസ് വരുന്ന സമയത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, അതിലേക്ക് ഇനി ആർക്കും ഒന്നും ആഡ് ചെയ്യാനൊന്നും പറ്റൂല. മാത്രമല്ല ഇതിന്റെ ഒതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. ഒരു ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ എന്തുള്ളൂ, അതിലുള്ള ഒതന്റിക് ടെക്സ്റ്റ് എന്ന് പറയാൻ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നിന്ന് തിരിച്ചും തിരിച്ചും ചോദ്യം ഇടലല്ലാതെ അവർക്ക് വേറെ ചോയ്സുകൾ പോലും ഇല്ല.
ഈവൻ എക്സാമ്പിൾസ് പോലും അത്തരം ടോപ്പിക്കുകൾ എസ്പെഷ്യലി ഇന്ത്യൻ പ്രമാണിയുടെ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ പോലും പ്രയാസമാണ് അങ്ങനെ സൂട്ട് ആവാനേ. കാരണം ചലഞ്ച് വരുന്ന സമയത്ത് ഇത് അതല്ലല്ലോ മറ്റേതാണല്ലോ എന്നുള്ള സാധനം വരും. കാരണം എല്ലാം ഏറെക്കുറെ എന്താ പറയാ സിമിലാരിറ്റി തോന്നുന്ന കുറെ തിയറികളും സാധനങ്ങളൊക്കെ അർത്ഥപത്തി അനുമാനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ സിമിലാരിറ്റി ഉണ്ട്. അതിലേക്ക് ഇനി പുതിയൊരു എക്സാമ്പിൾ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ചലഞ്ച് വരും എന്നുള്ളതുകൊണ്ട് ഉള്ള സാധനം വെച്ച് തിരിച്ചും മറിച്ചും ചോദിക്കലേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ലോജിക്കൽ റീസണിങ് അത് അങ്ങനെ തന്നെ സെറ്റാക്കി പഠിക്കുക. തിയറം അങ്ങനെ തന്നെ ആക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് പഠിക്കുക. ബാക്കി എല്ലാ മൊഡ്യൂളിനേക്കാളും അപേക്ഷിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, 5-ൽ 5ഉം ശരിയാവാൻ നമുക്ക് സ്കോപ്പ് ഉള്ള ഒരു സാധനം. ബാക്കിയൊക്കെ എങ്ങനെയും തെറ്റിപ്പോയേക്കാം, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ചോദിച്ച സാധനം തന്നെ ചോദിക്കുള്ളൂ. പിന്നെ നമുക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യും, ഞാനത് ഒന്നുകൂടെ നോക്കിയല്ലോ എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യരുത്. അങ്ങനെ പഠിക്കാം. ഓക്കെ, അത്രയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാത്സിന്റെ ഈ ഒരു അറബിക്കിന്റെ സെറ്റിലെ മാത്സ് നമുക്ക് പതുക്കെ തുടങ്ങാം. മാത്സ് ആണ് വെച്ചിട്ട് ക്ലാസ് ഒന്നും കട്ട് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞ് ചെയ്ത് പഠിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.